കൃപാസനം പത്രം ജൂൺ 2025 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള ജാൻസിയുടെ സാക്ഷ്യം. എൻ്റെ ഭർത്താവ് കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വെളുത്ത സ്ക്രീൻ കണ്ടു. ഭർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച ഒരു ദൈവാനുഭവം. എൻ്റെ മകൾ MSc കെമിസ്ട്രി കഴിഞ്ഞ് USA-യിൽ റെഗുലേറ്ററി അഫയേഴ്സ് എന്ന 18 മാസത്തെ MS കോഴ്സ് ചെയ്യാൻ പോവുകയുണ്ടായി. അവിടെ ചെന്ന് 6 മാസമായിട്ടും മകൾക്ക് ക്യാമ്പസ് ജോബ് ഒന്നും ലഭിച്ചില്ല. പിന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് വന്നെങ്കിലും അത് അൺപെയ്ഡ് ആയിരുന്നു. അൺപെയ്ഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് എടുത്താൽ പുറകെ നല്ലത് വന്നാലും അതെടുക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് 46,488 എന്നൊരു നമ്പർ ഒരു വെളുത്ത സ്ക്രീനിൽ ദർശനത്തിൽ കണ്ടു. 8-ാം മാസം 4-ാം തീയതി ആരംഭിക്കുന്ന ഒരു പാർട്ട് ടൈം ജോബും ജൂൺ 4-ാം തീയതിയും അങ്ങനെ 2 പാർട്ട് ടൈം ജോബ് മകൾക്ക് ലഭിച്ചു. കൂടാതെ ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് 45 വർഷമായി വഴിയില്ലായിരുന്നു. കുത്തനെയുള്ള സ്റ്റെപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ആധാരത്തിൽ വഴിയില്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലുണ്ടായി. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പഞ്ചായത്തിനും ഞങ്ങൾക്കുമായി 10 അടി വീതിയിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വഴി ലഭിച്ചു. തൃശ്ശൂരിൽ നിന്നുള്ള ലിജി ലോറൻസിൻ്റെ സാക്ഷ്യം. 2ാമതും സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മകൾ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാം, സർജറി വേണ്ടി വരില്ല എന്ന്. ഉടമ്പടിയിൽ സംഭവിച്ചത്, എൻ്റെ മകൾക്ക് സ്പൈനൽ കോഡിൽ ഒരു സർജറി കഴിഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞ് ഒരു സർജറി കൂടി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ട് മകൾ കരയാൻ തുടങ്ങി. എനിക്ക് കൃപാസനം മാതാവിനെ പറ്റി അറിയാമെങ്കിലും അത്ര വിശ്വാസമില്ലാതിരുന്ന ഞാൻ മകൾ കരയാതിരിക്കാൻ വേണ്ടി മാത്രം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം, അപ്പോൾ സർജറി വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഉടമ്പടി എടുക്കാം എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷം അമ്മ പോയി ഉടമ്പടി എടുക്കാൻ മകൾ പറഞ്ഞു. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചെങ്കിലും സർജറി മാറിപ്പോകുമെന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല. വീണ്ടും സ്കാൻ ചെയ്ത് ഡോക്ടറെ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. മകളുടെ സ്പൈനൽ കോഡ് ഓക്കെയാണ്, വീണ്ടും ഒരു സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നുള്ള ജബസിൻ്റെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത് 5-ാം ദിവസം നടന്ന അത്ഭുതം. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ഫാത്തിമ മാതാവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഒപ്പം ജോസഫ് അച്ഛനെയും. എനിക്ക് 33 വർഷമായി മൈഗ്രെയിനും സൈനസിൻ്റെ പ്രശ്നവും മൂലം ക്ലേശിക്കുകയായിരുന്നു. 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുകയും ഡ്രിപ്പ് കയറ്റുകയും ചെയ്യണമായിരുന്നു. അൾസറിൻ്റെയും ഗ്യാസിൻ്റെയും അസുഖമുണ്ടായിരുന്നു. സൈനസ് വന്നു കഴിഞ്ഞാൽ 1 സെക്കൻഡ് വേദന കുറവില്ല. മൂക്കൊലിപ്പ് മൂലം തലയുടെ പുറകിൽ വലിയൊരു തുണി വച്ചിട്ടാണ് കിടക്കുന്നത്. ഡോക്ടറെ കണ്ടപ്പോൾ സർജറി ചെയ്താലും സക്സസ് ആവില്ല, 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വരുമെന്ന് പറഞ്ഞു. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എല്ലാ മരുന്നുകളും കഴിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ മാതാവ് പാസ് ചെയ്യുന്നതായി സ്വപ്നം കണ്ടു. അതിനുശേഷം ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അന്നു മുതൽ അൾസറിൻ്റെ അസുഖവും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും മാറിക്കിട്ടി. ഉടമ്പടിയെടുത്ത് 5-ാം ദിവസം മൈഗ്രെയിൻ്റെ അസുഖം മാറിക്കിട്ടി. അഞ്ചുതെങ്ങിൽ നിന്നുള്ള ജസീന്ത റോമിയുടെ സാക്ഷ്യം. ഉടമ്പടി പുതുക്കിയപ്പോൾ യൂട്രസിലുണ്ടായിരുന്ന 2 മുഴകൾ അപ്രത്യക്ഷമായി. ഉടമ്പടിയുടെ ആധാരമായ കാശുരൂപം ജീവനോടെ എൻ്റെ കയ്യിലിരുന്ന് തുടിച്ചു. എനിക്ക് സുഖമില്ലാതെ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ 2 മുഴകളുണ്ടെന്നും 1,20,000 രൂപ അടച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി. 3-ാം മാസം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ഞാൻ പോയി സ്കാൻ ചെയ്തപ്പോൾ 2 മുഴകളും അവിടെ കാണുന്നില്ല. ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. കൂടാതെ എൻ്റെ സ്ഥലം പ്രമാണം ചെയ്യാൻ വേണ്ടി കയ്യിൽ പൈസയൊന്നുമില്ലായിരുന്നു. 5 ലക്ഷം രൂപ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി കാശുരൂപവുമായി ബാങ്കിൽ ചെന്നു. കാശുരൂപം എൻ്റെ കയ്യിലിരുന്ന് ജീവനുള്ള ഒരു വസ്തു തുടിക്കുന്നത് പോലെ തുടിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് 7 ലക്ഷം രൂപ സാങ്ഷനായെന്ന് വിളിച്ചു പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള ടിജൻ ജോണിൻ്റെ സാക്ഷ്യം. 30 വർഷത്തോളമായി എനിക്ക് സ്ഥിരമായി പനി വരുമായിരുന്നു. 15 വർഷമായി ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും. ഉടമ്പടിയെടുത്ത് ഉടനെ നടന്ന അത്ഭുതം. എനിക്ക് 30 വർഷമായി എല്ലാ മാസവും പനി വരുമായിരുന്നു.
ഒരുപാട് ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും ഫലമില്ലായിരുന്നു. അതിൻ്റെ കൂടെ ബ്രീത്തിങ് പ്രോബ്ലം വന്നിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇൻഹേലർ യൂസ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞെങ്കിലും ഞാൻ അത് യൂസ് ചെയ്തില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഇതുവരെ പനി ഉണ്ടായിട്ടില്ല. കൂടാതെ കൂട്ടുകാരുമായി കൂടി ചെറിയ രീതിയിൽ മദ്യപിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായി എനിക്ക് മദ്യപാനത്തിൽ നിന്ന് മോചനം കിട്ടുകയും കൃത്യമായി പള്ളിയിൽ പോകുന്നതിനും കുമ്പസാരിക്കുന്നതിനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിനും സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. പത്തനംതിട്ടയിൽ നിന്നുള്ള രമ്യയുടെ സാക്ഷ്യം. ആദ്യം ഒരു കൃപാസനം പത്രമാണ് എനിക്ക് കിട്ടുന്നത്. ഉടമ്പടി വഴി എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ. ഒരു നേഴ്സായി ഞാൻ വിദേശത്ത് പോകുന്നതിന് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും തടസ്സങ്ങളായിരുന്നു. 2019 ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ഫെയിലായി. ആ സമയത്താണ് എനിക്കൊരു കൃപാസനം പത്രവും മാതാവിൻ്റെ കാശുരൂപവും കിട്ടുന്നത്. ഞാൻ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇൻ്റർവ്യൂ ഫെയിലായ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ വിളിച്ച് ജോലിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പരിശുദ്ധാമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സൗദിയിൽ ജോലി ലഭിച്ചു. പിന്നെ ഫാമിലിയായി UK-യിൽ താമസിക്കാൻ ആഗ്രഹിച്ച് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി OET പരീക്ഷ എഴുതി പാസ്സാകുന്നതിനും UK-യിൽ പോകുന്നതിനും സാധിച്ചു. ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്നുള്ള ഷെജിലയുടെ സാക്ഷ്യം. എൻ്റെ മകൾക്ക് ചെറുപ്പം മുതലേ വാൽവിന് ഹോൾ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സമയം മാതാവിൻ്റെ മടിയിൽ കുഞ്ഞു കിടക്കുന്നത് കണ്ടു. എൻ്റെ മകൾക്ക് വാൽവിന് ഹോൾ ഉണ്ടായിരുന്നു. വലുതാകുമ്പോൾ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും മാറ്റമില്ലായിരുന്നു. 8 വയസ്സുള്ളപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുകയും ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹോൾ വലുതായിട്ടുണ്ടെന്നും അതിൽ നിന്ന് ലീക്ക് ഉണ്ടെന്നും സർജറി ചെയ്യണമെന്നും 18 വയസ്സിലേ ചെയ്യാൻ പറ്റൂ എന്നും പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം മകളുടെ നെഞ്ചിൽ പുരട്ടുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളും കൊടുത്തു. വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ 18 വയസ്സിൽ നടക്കേണ്ട ഓപ്പറേഷൻ 11 വയസ്സിൽ നടന്നു. ഓപ്പറേഷൻ സമയത്ത് മാതാവിൻ്റെ മടിയിൽ കുഞ്ഞു കിടക്കുന്നതായി ഞാൻ ദർശനത്തിൽ കണ്ടു. വാൽവ് മാറ്റിവെക്കാതെ തന്നെ സൗഖ്യം ലഭിച്ചു. മാന്നാറിൽ നിന്നുള്ള ലില്ലി ടോമിയുടെ സാക്ഷ്യം. അബുദാബിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന മകൻ റിപ്പയർ ചെയ്ത വണ്ടി കേടായപ്പോൾ 12 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് പറഞ്ഞു. ഉടമ്പടിയിൽ മാതാവ് ചെയ്തു തന്നത്. അബുദാബിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന എൻ്റെ മകൻ വണ്ടി റിപ്പയർ ചെയ്ത് തീരുന്നതിന് മുമ്പ് അതിൻ്റെ ഡ്രൈവർ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും വണ്ടി കംപ്ലൈൻ്റ് ആവുകയും ചെയ്തു. വണ്ടി സ്റ്റാർട്ടാകാതിരുന്നപ്പോൾ മേലധികാരികൾ എന്നെ വിളിച്ചിട്ട് 12 ലക്ഷം രൂപ കമ്പനിക്ക് കോമ്പൻസേഷൻ തരണമെന്നും ജോലി ചെയ്യേണ്ട കയറിപ്പോയിക്കോളാൻ പറഞ്ഞു. മകൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു ജോലിക്ക് പോകുന്നതിന് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. വീഡിയോ കോൾ വിളിക്കുമ്പോൾ മകൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കോമ്പൻസേഷൻ 2 ലക്ഷമായി കുറയ്ക്കുകയും മകന് പുതിയ ജോലിക്ക് പോകുന്നതിനും സാധിച്ചു. അന്നമനടയിൽ നിന്നുള്ള ആഗ്നസ് ആൻ്റണിയുടെ സാക്ഷ്യം. ദുബായിൽ 15 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും എന്നെ ജോലിക്ക് വിളിച്ചില്ല. ഉടമ്പടിയെടുത്ത് 3-ാം മാസം മാതാവ് ഇടപെട്ടു. ഞാൻ 5 ഫ്രണ്ട്സുമായി ദുബായിൽ ജോലിക്ക് പോയി. 15 ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും ശരിയായില്ല. കിട്ടുമെന്ന് വിചാരിച്ച ഇൻ്റർവ്യൂകളൊന്നും പാസ്സായില്ല. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് പോയത്. വിസ പുതുക്കിയതോടൊപ്പം ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഉടമ്പടിയെടുത്ത് 3-ാം ദിവസം തന്നെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ ഒരിടത്ത് നിന്ന് വിളിച്ച് ഞാൻ സെലക്റ്റായെന്ന് പറയുകയും ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ എനിക്ക് പീരിയഡ്സ് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടിയെടുത്ത് അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പീരിയഡ്സ് കറക്റ്റായിട്ട് വരാൻ തുടങ്ങി.